അമേരിക്കയിൽ നിന്ന് നമ്മളോടൊപ്പം ഡോക്ടർ സജിമോൻ ആന്റണി തന്നെ നേരിട്ട് ചേരുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു ഫീൽ? ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർക്ക് കിട്ടുന്ന പ്രതീക്ഷകൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ എന്താണ് എന്നൊക്കെയുള്ളത് അമേരിക്കയിൽ നിന്ന് തന്നെ നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ ഡോക്ടർ സജിമോൻ ആന്റണി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ചിത്രം തെളിയുമെന്നതായിരുന്നു. അതുപോലെ തന്നെ സൗഹൃദം അവിടെ നിൽക്കുമ്പോൾ പോലും എന്താണോ അമേരിക്ക മുന്നോട്ട് വയ്ക്കാൻ ഇത്തവണ ഉദ്ദേശിച്ചിട്ടുള്ളത് അക്കാര്യങ്ങളിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു സൈഡിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈനും ഒരു സൈഡിൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈനും രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ രണ്ട് ഭാഗത്തും വലിയ വിട്ടുവീഴ്ചകളില്ല, പക്ഷെ സൗഹൃദം തുടരും. ഇതാണോ ഇതിന്റെ ഒരു രത്ന ചുരുക്കം ഡോക്ടർ സജിമോൻ? തീർച്ചയായിട്ടും ഞാൻ അതിനോട് ഏറെക്കുറെ യോജിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും നോക്കിയിരുന്ന പോണക്ക് തന്നെ എന്താണ് ഈ ഒരു സംഭാഷണത്തിൽ അതിന്റെ ഔട്ട്കം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ തുടക്കം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത് മൈ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്തത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് മൈ ഫ്രണ്ട് ആൻഡ് മൈ സ്പെഷ്യൽ പേഴ്സൺ എന്നാണ് അഭിസംബോധന ചെയ്തത്. അങ്ങനെ തുടങ്ങിയ ആ ജോയിന്റ് കോൺഫറൻസ് വളരെയധികം എല്ലാ ടോപ്പിക്കുകളും ടച്ച് ചെയ്തു എന്നാണ് പറയാനായിട്ട്. എന്നാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഇൻഡിപെൻഡന്റ്ലി പറയാനുണ്ട്. ഇവിടുന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഹിന്ദിയിലായിരുന്നു സംസാരിച്ചത്. അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു വന്നിരുന്നത്. ട്രംപ് ക്വസ്റ്റ്യൻ ആൻസർ വന്നപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നപ്പം ട്രംപ് ആയിരുന്നു തന്നെ കൂടുതൽ ഹാൻഡിൽ ചെയ്തത്. പ്രൈം മിനിസ്റ്റർ മോദി മേ ബി ഒഴിവാക്കിയായിരുന്നോ അതോ ഡിഫിക്കൽട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത് മുഴുവൻ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അടിയവരായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നു. ട്രംപ് പറഞ്ഞു ഇന്ത്യ ഈസ് ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡെമോക്രസി, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ട്രംപ് പറഞ്ഞു മിലിറ്ററി ഡീലുകളും ഇൻക്ലൂഡിംഗ് F-35 അമേരിക്ക ഇന്ത്യക്ക് കൊടുക്കുന്നതിനെ പറ്റി അപ്പൊ ആ കരാറായ കാര്യം പറഞ്ഞു, വിച്ച് ഇസ് എ ഗുഡ്, നല്ലൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്രംപ് ക്വാഡിനെ പ്രൈസ് ചെയ്തു. പിന്നെയുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് മുംബൈ ടെററിസ്റ്റിനെ 2006 എനിക്ക് തോന്നുന്നു, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്, മുംബൈ ടെററിസ്റ്റ് ആക്രമണം വന്ന 1-2 ടെററിസ്റ്റ് അമേരിക്കയിൽ ഒറിജിൻ ഉണ്ടായിരുന്നു. അവരെ എക്സ്ട്രഡിറ്റ് ചെയ്യാനുള്ള മിസ്റ്റർ റാണെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എക്സ്ട്രഡിറ്റ് ചെയ്യാനുള്ള ആ ട്രീറ്റിൽ ഒപ്പുവെച്ചു. അതൊരു നല്ല കാര്യമാണ്. പിന്നെയുള്ളത് ട്രംപ് പറഞ്ഞത് ട്രേഡ് മോദിയെ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞതാണ് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ട്രേഡ് ഡെഫിഷ്യൻസ് ഉണ്ട്, ഏകദേശം 100 ബില്യന്റെ ട്രേഡ് ഡെഫിഷ്യൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം വളരെ വോക്കലായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ വളരെ ഡിഫിക്കൽട്ടാണ് ഇന്ത്യയുമായിട്ട് ബിസിനസ് ഡീൽ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് വേണം ഇന്ത്യക്ക് എടുക്കാം. ഏതായാലും ഔട്ട്കം എന്ന് പറയുന്നത് താരിഫിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇന്ത്യ എങ്ങനെയാണോ ഇങ്ങോട്ട് താരിഫ് തരുന്നത് അതേ നാണയത്തിലായിരിക്കും ഇന്ത്യക്കും തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെയുള്ളത് ഇതാണ് പറഞ്ഞത്, എനിക്ക് ഒരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു വിജയം എന്ന് പറയുന്നത് ടാരിഫിന്റെ ഈ ഇഷ്യൂത്തിനെ അണ്ടർകട്ട് ചെയ്യാനായിട്ട് അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് വാങ്ങാം എന്നുള്ള കരാറിൽ ഒപ്പ് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു അണ്ടർഗ്രൗണ്ട് സീ കേബിള്, അതായത് ഇന്ത്യയും യൂറോപ്പിനെയും അതോടൊപ്പം അമേരിക്കയും കൂടെ ബന്ധിപ്പിക്കുന്ന ആ ഒരു പുതിയ ചാനലിന്റെ കാര്യം പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ട്രംപിന്റെ ഭാഷണത്തിൽ വന്നത്. എന്നാൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ കാര്യത്തിൽ അദ്ദേഹം മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. ഐ ഫീൽ ദ സെയിം എന്തൂസിയാസം ആൻഡ് എനർജി. 2016 20 ആ ഒരു കാലഘട്ടത്തിൽ ട്രംപുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്തോ ആ ഒരു സെയിം എന്തൂസിയാസവും എനർജിയും ഒക്കെ ട്രംപിന് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കും ആ എനർജിയും എന്തൂസിയാസവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം. US-ന്റെയും ഇന്ത്യയുടെയും പാർട്ണർഷിപ്പ് ഒരു പുതിയ വേൾഡിലേക്ക്, ഒരു നല്ല ലോകത്തിലേക്ക് ദിശയാണ് തരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ട്രംപ് ഒരു സൈഡിൽ നിന്ന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്നുള്ളതിനെ എംഫസൈസ് ചെയ്തപ്പം മോദി അതേ സൈഡിൽ നിന്ന് തന്നെ മീഗ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞു. മേ ബി മാഗായും മീഗായും ഒരുമിച്ച് യോജിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒരു ബെറ്റർ വേൾഡ് എന്നുള്ള രീതിയിൽ ആംഗിളിൽ പ്രൈം മിനിസ്റ്റർ മോദി അതിനെ സംസാരിച്ചു. ഏകദേശം ടാർഗറ്റ് എന്ന് പറയുന്നത് 500 ബില്യൺ ട്രേഡ് ആണ് നമ്മൾ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ട്രേഡ്
ഒരു എയിം ചെയ്യുന്നത് 2020 ആകുമ്പോഴത്തേക്കും. ഇപ്പോഴത് എനിക്ക് അറിയാൻ കഴിയുന്നത് 150-160 ബില്യൺ ആണ് ഇപ്പം നിൽക്കുന്നത്. അപ്പൊ അതിനെ ഏകദേശം അംബീഷ്യസ് ആയിട്ടുള്ള ഒരു 500 ബില്യണിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. അതാണ് അതിനുള്ള ഒരു ധാരണയായി എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത്. അതോടൊപ്പം പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞു ഓട്ടോണമസ് ഡിഫൻസ് കോർപ്പറേഷൻ, സെമി കണ്ടക്ടർ ആൻഡ് ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ട് കൂടുതൽ യോജിക്കാനായിട്ടും കരാറുകൾ ഒപ്പുവെക്കാനായിട്ടും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വ്യാപിപ്പിക്കാനുമായിട്ട് തീരുമാനിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജേർണലിസ്റ്റ് ട്രംപിനോട് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് മനസ്സിലായി. അത് കാരണം കുറെ കൂടെ ഈസിയുള്ള ട്രംപിനെ അപ്പീസ് ചെയ്യുന്ന സ്റ്റൈലിലായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത്. പ്രൈം മിനിസ്റ്റർ മോദിക്ക് വന്ന ക്വസ്റ്റ്യൻസ് മോദി അഡ്രസ്സ് ചെയ്തു എന്ന് ചോദിച്ചാൽ അഡ്രസ്സ് ചെയ്തു. എന്നാൽ എനിക്ക് അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ത്യയിൽ സാധാരണ ഇങ്ങനത്തെ പ്രസ് കോൺഫറൻസ് വരുമ്പോൾ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് സംവദിക്കാനുള്ള ഒരു ചാൻസുകൾ അവിടുത്തെ ജേർണലിസ്റ്റ് കിട്ടുന്നുണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ അമേരിക്കയുടെ സിറ്റുവേഷനിൽ ഇവിടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ എത്ര വലിയ ആളാണെങ്കിലും അവരോട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനുള്ള ജേർണലിസ്റ്റിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റിയിൽ 2 മേജർ കാര്യവും, ടാരിഫിന്റെ കാര്യവും വന്നു, അത് വന്നു. രണ്ടാമത്തേത് ഇവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ കാര്യവും വന്നു. ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ കാര്യം വന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഹി ഡസൻ സപ്പോർട്ട് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. ഇല്ലീഗൽ ഇമിഗ്രേഷൻ അമേരിക്കയുടെ മാത്രമല്ല, അത് ലോകമാകമാനമുള്ള ഒരു പ്രശ്നമാണ്, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൻസറിൽ അദ്ദേഹം ഒതുക്കി. നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇന്ത്യയിൽ നിന്നല്ല ഏത് രാജ്യത്തിനാണെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രേഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും അവിടെ ഇരുന്ന് സംസാരിച്ചാലും രണ്ടും ഒരുപോലെ ആയിരിക്കും. അപ്പൊ ആ ഒരു വിഷമഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ ഹ്യൂമൻ ട്രാഫിക്കിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഹ്യൂമൻ ട്രാഫിക് കാരണമാണ് ഈ ഒരു ലീഗൽ ഇമിഗ്രേഷൻ വരുന്നത്. മേ ബി അമേരിക്കയും ഇന്ത്യയും കൂടെ ഒരു ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ ഇഫക്റ്റീവ്ലി ആ ഹ്യൂമൻ ട്രാഫിക്കിനെ ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഒരു പരിധിവരെ കടിഞ്ഞാണിടാൻ പറ്റും എന്നുള്ള ഒരു കമന്റും അദ്ദേഹം ചെയ്തു. അതോടൊപ്പം പറയേണ്ടത്, ഇത് പ്രൈം മിനിസ്റ്റർ മോദി ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്ന് 4 മണിക്കാണ്. ഇന്ന് 6 മണിക്ക് ഈസ്റ്റേൺ ടൈം 6 PM അദ്ദേഹം അവർ ജോയിന്റ് പ്രസ് കോൺഫറൻസ് നടത്തിയത്. അതിനു മുമ്പ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദി വന്നപ്പം ആദ്യം കണ്ടത് തുളസി ഗബാർഡാണ്, ഇന്ത്യൻ ഒറിജിൻ, അമേരിക്കൻ പൊളിറ്റീഷ്യൻ, ഡെമോക്രാറ്റ് ടേൺഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റീഷ്യൻ. തുളസി ഗബാർഡാണ് ഇവിടുത്തെ ഇന്റലിജൻസ് ഡയറക്ടർ. അതിനുശേഷം ഇന്ന് കാലത്തെ ഇലോൺ മസ്കിന്റെ ഫാമിലിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അറിയാൻ കഴിഞ്ഞത് ഇലോൺ മസ്കിന്റെ കംപ്ലീറ്റ് ഫാമിലി, ഭാര്യയും പിള്ളേരും അടക്കം പ്രൈം മിനിസ്റ്റർ മോദിയെ കണ്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡോക്ടർ സജിമോൻ, അതിപ്പോ വലിയൊരു വിവാദമാവുന്നുണ്ടല്ലോ. ഡോക്ടർ സജിമോൻ, ഈ ഇലോൺ മസ്ക് കുട്ടികളെയും കൊണ്ടുവരുന്നു, വാൻസ് കുട്ടികളെയും കൊണ്ടുവരുന്നു, ഓവൽ ഹൗസിൽ മുഴുവൻ കുട്ടികളാണ് എന്നതൊരു വിമർശനമായി, വളരെ സീരിയസ് ആയി നടക്കേണ്ട ഡിസ്കഷൻസിൽ ഈ കുട്ടികളുടെ പ്രസൻസിനെ പറ്റി ഒരു വിമർശനവും, അതേസമയം അത് ഒരു പക്ഷേ അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന മറ്റെല്ലാറ്റിനും അപ്പുറത്ത് ഫാമിലി അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ മാത്രം മതി എന്നുള്ള തരത്തിലുള്ള ആ ആംഗിളിനൊക്കെ ചേർന്ന് നിൽക്കുന്ന തരത്തിലൊരു മെസ്സേജ് കൂടിയാവാം. ഇത് എങ്ങനെയാണ് അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുന്നത്? മാധ്യമങ്ങൾ ആക്ച്വലി അതിനെ കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, ഇപ്പം ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. കാരണം അമേരിക്കയിൽ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ഫാമിലി ഈസ് ഫാമിലി, ബിസിനസ് ഈസ് ബിസിനസ്. ആ ഒരു പ്രൊഫഷണലിസം എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇലോൺ മസ്കിനെ പോലെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരൊക്കെ ഒരു ചേഞ്ച് ഏജന്റുകളാണ്. അപ്പൊ അവര് നമ്മളെ പോലെ ടൈം സൂട്ട് വിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലല്ല അവർ അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വൈറ്റ് ഹൗസ് മീറ്റിംഗിൽ ഇലോൺ മസ്കിന്റെ മീറ്റിംഗ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇലോൺ മസ്കിന്റെ 5 വയസ്സുള്ള കൊച്ച് മസ്കിന്റെ തോളെ കയറിയിരിക്കുമായിരുന്നു, തോളലായിരുന്നു, ഇടയ്ക്ക് എളിയിൽ വെച്ചോണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ കണ്ടു. അതിനെ എന്തുമാത്രം പ്രൊഫഷണലി അപ്രീഷിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും ഒരു ഫാമിലിയുടെ കോൺസെപ്റ്റ്, ആ ഒരു മെസ്സേജ് വെളിയിലേക്ക് വിടുക എന്നുള്ളതായിരിക്കാം അതിന്റെ PR വർക്കിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഏതായാലും പ്രൈം മിനിസ്റ്റർ മോദി മസ്കും ഫാമിലിയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റിപ്പോർട്ടേഴ്സ് ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ചോദിച്ചാലും മസ്കുമായിട്ട് സംസാരിച്ചപ്പം എന്തെങ്കിലും ബിസിനസിന്റെ സ്പെസിഫിക്സ് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പം ആ ചോദ്യത്തിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഒഴിഞ്ഞു മാറി. അതിനൊരു ഡയറക്റ്റ് ആൻസർ പറഞ്ഞില്ല. എന്നാൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെയുള്ള കാര്യങ്ങൾ, അത് ഇവിടെ അമേരിക്കൻ മീഡിയയിലും വലിയൊരു ചർച്ചയായിരുന്നു. പ്രൈം മിനിസ്റ്റർ മോദി മസ്കുമായുള്ള കൂടിക്കാഴ്ചയില്ലാത്ത ബിസിനസ് കോൺഫ്ലിക്റ്റ് മസ്കിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചർച്ച ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം യുക്രൈൻ റഷ്യയുടെ കാര്യവും ഇവിടെ മാധ്യമങ്ങളിലെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയങ്ങളിൽ. കമ്മിങ് ബാക്ക് ടു ഇന്ത്യ പോളിസി, നമുക്ക് അറിയേണ്ടിയിരുന്നത് 2 വലിയ കാര്യമായിരുന്നു. ടാരിഫിനെ നമ്മൾ എങ്ങനെ കൗണ്ടർ ചെയ്യും, അതോടൊപ്പം തന്നെ ഇമിഗ്രേഷൻ പോളിസി എങ്ങനെ കൗണ്ടർ ചെയ്യും. ആ 2 കാര്യത്തിനകത്ത് ടാരിഫിന്റെ കാര്യത്തിൽ വേറൊരു കമന്റും കൂടെ വന്നത്, ആ സമയത്ത് വന്നത് ഇതാണ്:
ഇന്ന് 4 മണിക്ക് പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 3 മണി ഈസ്റ്റേൺ ടൈമിൽ ഡൊണാൾഡ് ട്രംപ് ഈ ടാരിഫിന്റെ കാര്യങ്ങൾ വളരെയധികം വ്യക്തത നൽകിയിരുന്നു. സത്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി എന്തുകൊണ്ടാണ് റെസിപ്രോക്കൽ ടാരിഫിന്റെ കാര്യം ഇങ്ങനെ എടുത്തു പറയുന്നത്? ആ ഒരു പ്രഖ്യാപനം വന്ന ടൈമിംഗ് സത്യത്തിൽ കുറച്ചൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ? അതെ, തീർച്ചയായും. എന്നാൽ അമേരിക്കൻ മീഡിയ ഇവിടെ നിന്ന് ഉദ്ധരിക്കുന്നത് അതിനെങ്ങനെയാണ്, കുരയ്ക്കുന്ന പട്ടി കടിക്കുകയില്ല എന്നുള്ള ഒരു ക്യാപ്ഷനാണ് അവരിട്ടിരിക്കുന്നത്. കാരണം ഇന്ന് ട്രംപ് ടാരിഫ് ഡിക്ലെയർ ചെയ്തു എങ്കിൽ പോലും അത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അല്ല. ഏപ്രിൽ 1 വരെ അതിന് സമയമുണ്ട്. ആ ഏപ്രിൽ 1 വരെ അമേരിക്ക, ഇന്ത്യയും മാത്രമല്ല ബ്രസീൽ പോലെയുള്ള അല്ലെങ്കിൽ അർജന്റീന പോലെ അല്ലെങ്കിൽ ചൈന പോലെയുള്ള മറ്റുള്ള ഓരോ രാജ്യങ്ങളുമായിട്ട് ഇൻഡിവിജ്വലി ഈ ഒരു കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് കേസ് ബൈ കേസ് അതിനെ ഡീൽ ചെയ്യും എന്നായിരുന്നു 3 മണിക്കുള്ള റിപ്പോർട്ട്. 6 മണിക്ക് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോദിയോടൊപ്പം ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കണ്ടപ്പം ഉള്ളൊരു പ്രതീക്ഷ അദ്ദേഹം അല്പം മയപ്പെടുത്തി സംസാരിക്കുമെന്നായിരുന്നു. എന്നാൽ ആ ഒരു മയം ആ ഒരു സബ്ജക്റ്റിൽ കണ്ടില്ല. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ട്. 2020 തൊട്ട് അല്ലെങ്കിൽ 2016 തൊട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്തിരുന്നു. അതൊക്കെ പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ മോദി ഇരുകൈയും നീട്ടി 1.4 ബില്യൺ ഇന്ത്യൻ ജനത താങ്കളെ ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നും പറഞ്ഞു. അങ്ങനെ എന്തായാലും ആ ഫ്രണ്ട്ഷിപ്പ് അവർ സെലിബ്രേറ്റ് ചെയ്തു. അത് ലോകമാധ്യമങ്ങളൊക്കെ അത് ആകാംക്ഷയോടെ നോക്കുകയായിരുന്നു. രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് എന്താവും എന്നത്. ഫ്രണ്ട്ഷിപ്പ് വേറെ, ബിസിനസ് വേറെ എന്നതാണ്. നേരത്തെ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഫാമിലി വേറെ, ബിസിനസ് വേറെ എന്ന് പറഞ്ഞതുപോലെ മസ്കിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദിയും ട്രംപ് കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരുന്ന ഒറ്റ കാര്യം ഇതാണ്: ബിസിനസ് വേറെ, സൗഹൃദം വേറെ.